ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, രുക്കുവാവിൻ്റെ ഒരു ദിവസത്തെ ഫുഡ്. അപ്പോൾ എല്ലാ ദിവസവും സെയിം അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ ചില ദിവസം വേറെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇന്ന് രാവിലെ പത്തിരിയായിരുന്നു. അപ്പോൾ പത്തിരി ഇതേപോലെ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളിങ്ങനെ പെറുക്കി കഴിക്കും. പിന്നെ ഒരുവിധം എന്താ പറയുക, സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അധികം വാവേനെ ഒറ്റയ്ക്ക് കഴിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതേപോലെ ടി വിയിൽ മൂവി സോങ്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുക. കാർട്ടൂൺ അങ്ങനെ കാണിക്കാറില്ല, കാരണം അത് കുറച്ചധികം പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെ മൂവി സോങ്സ് ഒക്കെ ഏതെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ ആൾ കഴിക്കും. പിന്നെ ഒരു ഗ്ലാസ് പാൽ, അതിപ്പോൾ രാവിലെ ആയിരിക്കും ചില ദിവസം കുടിക്കുക, ചില ദിവസം വൈകിട്ടായിരിക്കും. ആൾക്ക് വലിയ താല്പര്യം എന്നുള്ള സാധനമല്ല. പിന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടും ഓരോന്ന് കാണിച്ചിട്ടൊക്കെയാണ് പാൽ കുടിപ്പിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു 11 മണിയൊക്കെ ആയപ്പം കുറുക്ക് കൊടുക്കും. അപ്പോൾ കുറുക്ക് മുത്താറി കൊടുക്കും. ഇത് അമൃതം പൊടിയും അതേപോലെ നട്ട്സൊക്കെ വറുത്ത് പൊടിച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറുക്ക് രൂപത്തിലാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ആൾക്ക് വലിയ പാലിൻ്റെ എന്താ പറയുക, ഏത് ഫുഡാണെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും പ്രശ്നമില്ലാത്ത ഇങ്ങനെ പാട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രം അങ്ങനെ കാണുന്നതുകൊണ്ട് ഞാനും വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കാർട്ടൂണൊന്നും ആൾക്ക് വേണം എന്നില്ല. അതൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് പാട്ടാണെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. സിനിമാ പാട്ട് ഏതായാലും മതി. അപ്പം കുറുക്ക് കഴിച്ച് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പം ഇന്നിപ്പം അച്ഛനും അമ്മയും ആരും വീട്ടിലില്ല. അതുകൊണ്ട് ബർത്ത് ഫുഡ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബിരിയാണിയാണ് കൊണ്ടുവന്നത്. ബിരിയാണി നെയ്ച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതലും അവയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുള്ളതും ഗീ റൈസാണ്. അപ്പം ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് വേണ്ടത് ആൾ കഴിക്കാൻ പറ്റുന്നതൊക്കെ ആൾ കഴിക്കും. ബാക്കി പിന്നെ ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഫുഡ് കഴിക്കും. എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ. ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട്, നല്ല മൂഡുള്ള ദിവസമായതുകൊണ്ട് ആൾ കഴിക്കും കേട്ടോ. പിന്നെ ഈ കൺമഷിയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫോട്ടോ ഒക്കെ എടുത്ത് ആ ക്ഷീണത്തിൽ ഉറങ്ങി എണീറ്റതാട്ടോ, അങ്ങനെ കണ്ണ് സ്പ്രെഡായത്. പിന്നെ ഞാൻ ഒന്നും കൺമഷിയൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ പട്ടുപാവാടയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സുന്ദരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 3-4 മണിയൊക്കെ ആയപ്പം ഇതേപോലെ കോഴിമുട്ട, നാടൻ കോഴിമുട്ടയായിരുന്നു. ഇത്തിരി കുരുമുളക് പൊടിയും അതേപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇതേപോലെ ആക്കി കൊടുത്തു. പിന്നെ ആൾ ഇതും വലിയ ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് ഒറ്റയ്ക്ക് കുറേയൊക്കെ കഴിക്കും. ബാക്കി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ മാക്സിമം ഞാനിപ്പോൾ വെള്ളം കൊടുക്കാറുണ്ട്. കാരണം ഭയങ്കരമായിട്ട് യൂറിനേഷനാണ്. അപ്പം നമുക്കറിയാലോ, ഇപ്പം പാമ്പേഴ്സ് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒറ്റയ്ക്ക് ആവുന്ന സമയത്ത് എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പെട്ടെന്ന് തന്നെ യൂറിൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും മാക്സിമം വെള്ളം കുടിപ്പിക്കുക. പിന്നെ നൈറ്റ് ആയപ്പം ഉറക്കമൊക്കെ വന്നതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയാണ്. പിന്നെ കുറേ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും കഞ്ഞി കുടിപ്പിച്ച് ഉറക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ അമ്മ തരാമെന്നൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് പാട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് ഫുഡ് കൊടുത്തു. പിന്നെ അധിക ദിവസം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പം ആൾ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഡേ ടൈം ഇല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയാണ്. ടാറ്റാ.